വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് പുതിയ അധികാരത്തോടുകൂടെ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം പറയാൻ യാത്രയാക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. പേര് ചൊല്ലി വേർതിരിച്ച് മാറ്റി നിർത്തുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായി നൽകുന്ന അധികാരം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമാണ്. ഭൗതികമായ ഒരു സുസ്ഥിതി സ്ഥാപിക്കാനാണ് അധികാരം നൽകുന്നത്. ഈ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവിനെ മറ്റ് ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവ് കൂടിയായിരുന്നു. യേശുനാഥൻ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. അവൻ്റെ വാക്ക്, അവൻ്റെ സാന്നിധ്യം പോലും അവർക്ക് അസ്വസ്ഥതയുളവാകുന്നുണ്ട്. അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പലപ്പോഴും യേശുനാഥൻ്റെ അധികാരത്തെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്നു. എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതേ അധികാരം തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് യേശുനാഥൻ നൽകുക. യേശുവിൽ കണ്ട നന്മ അതേപടി തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകണമെന്നും ആ കാണുന്ന കഴിവിലൂടെ ക്രിസ്തുവിൽ കണ്ട നന്മയിലൂടെ തന്നെ ക്രിസ്തു ശിഷ്യനെയും തിരിച്ചറിയണമെന്ന് നിർബന്ധ ബുദ്ധിയ യേശുനാഥൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതേ കഴിവ് അവർക്ക് നൽകിയത്. അപ്പോൾ ക്രിസ്തു ശിഷ്യനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവിടുന്ന് പറയുന്നു. ക്രിസ്തുവിൽ എന്താണോ കണ്ടത് അത് ക്രിസ്തു ശിഷ്യനിലും കാണണം. അത് അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരമായാലും കൊള്ളാം, രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവായാലും കൊള്ളാം, ക്രിസ്തുവിൽ കണ്ടത് ക്രിസ്തു ശിഷ്യനിലും കാണണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുനാഥൻ യാത്രയാക്കുമ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലന്മാരെ യാത്രയാക്കുന്നത് സ്വജനത്തിൻ്റെ ഇടയിലേക്കാണ്. അപ്പോസ്തലന്മാരെ വിജാതീയരുടെ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പോകരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടാണ് യാത്രയാക്കുന്നത്. കാരണം അവർ ദൈവവചനത്തെ കേട്ടറിഞ്ഞ മനുഷ്യരാണ്. അവർ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിന് ക്രിസ്തു നൽകിയ ഈ അധികാരം മതി. ഈ അധികാരത്തോടുകൂടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. എന്നാൽ വിജാതീയരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യം ആവശ്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവ് വരെ യേശുനാഥൻ അവർക്ക് വിജാതീയരുടെ ഇടങ്ങളിലേക്ക് യാത്രയാകാനായിട്ട് അനുവാദം കൊടുക്കാതിരുന്നു. വിജാതീയരുടെ ഇടങ്ങളിലായാലും എവിടെ ആയാലും ക്രിസ്തു നൽകുന്ന അധികാരത്തോടുകൂടെ ജീവിക്കാനായി ഒരുവന് ധൈര്യം ലഭിക്കുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുക. ക്രിസ്തു സാന്നിധ്യത്തോടുകൂടെ ക്രിസ്തുവിൽ പ്രകടമായ നന്മകളോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാനായി കഴിയുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ പ്രവർത്തിച്ച സകല അടയാളങ്ങൾക്കും നമ്മളെയും പാത്രീഭവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അവനിൽ പ്രകടമായ ഈ ഭൂമി കണ്ട് തിരിച്ചറിഞ്ഞ നന്മ നമ്മിലും കാണാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ശിഷ്യനാണ് എന്നതിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം.